നമസ്കാരം, ULM കേരള ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഏവരും കാണേണ്ട അതിപ്രധാനമായ വീഡിയോ ആണ് ഇത്. വിഷയം: ജനം വോട്ട് ചെയ്യും, ജയം EVM തീരുമാനിക്കും എന്നതാണ്. ജനാധിപത്യത്തെ അടിമുടി അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഈ അവസ്ഥയാണ് ഇതിൽ എടുത്തു കാട്ടുന്നത്. ഇത് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോകാം വീഡിയോയിലേക്ക്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു. ഞാൻ അറിഞ്ഞിട്ടല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, എൻ്റെ അറിവോടെയുമല്ല, ഞാൻ എൻ്റെ സമ്മതത്തോടെയുമല്ല. എന്നാലത് സംഭവിച്ചു എന്നതുപോലെയാണ് ഓരോ മനുഷ്യരും ഈ പ്രകൃതിയിൽ പിറന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജന്മം അവൻ്റെ ഇഷ്ടത്തിനോ അഭിപ്രായത്തിനോ ആഗ്രഹത്തിനോ അനുസരിച്ചല്ല എന്നും മനുഷ്യൻ്റെ താല്പര്യത്തിനോ അറിവിനോ സമ്മതത്തിനോ യാതൊരു പ്രസക്തിയും പ്രകൃതിയിൽ ഇല്ല എന്നാണ്. അപ്പോൾ അവൻ പ്രകൃതി നിയമപ്രകാരം ജീവിക്കേണ്ടവനാണ് എന്നതാണ്. അപ്രകാരം ജീവിക്കാൻ ആവശ്യമായതെന്തും ഏതും ഭൂമിയിൽ സുലഭവുമാണ്. എന്നാൽ ഈ പ്രപഞ്ച നിയമത്തിൽ മനുഷ്യൻ തൃപ്തനല്ല. അവൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകലതും അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി നിയന്ത്രിച്ച് കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി ജനങ്ങളെ അടിമകളാക്കി ഭരിക്കാനാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സ്വതന്ത്ര രാജ്യമാണ് ഇന്ത്യ എന്നും അത് ജനക്ഷേമ സേവന സംരക്ഷണം നടത്തുന്ന അതിനു വേണ്ടി മാത്രമുള്ള ഭരണ സംവിധാനമാണ് ഉള്ളതെന്നും ആണ് കൊട്ടിഘോഷിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്തെ ഒരു ബാങ്കിൽ നിന്നും ജീവിക്കുവാനായി എടുത്ത ലോൺ അടവ് മുടങ്ങിയാൽ അവൻ്റെ വീട് ജപ്തി ചെയ്ത് ആ വീട്ടിൽ നിന്നും അവനെയും അവൻ്റെ കുടുംബത്തെയും നിഷ്കരുണം തെരുവിലേക്ക് അടിച്ചിറക്കുന്ന സംവിധാനമാണ് ഇന്ന് നീതിന്യായ നിയമ സംവിധാനം നടപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ ജനക്ഷേമ സേവന സംരക്ഷണം എന്ന് പറയുന്നത്? കോടതിയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. രാജ്യത്തെയും ജനജീവിതത്തെയും തകർത്ത് തരിപ്പണമാക്കുന്നത് കോടതികളാണ്, അനാവശ്യ നിയമങ്ങളാണ്. ഇവിടെ നീതിയും ന്യായവും പണം തീരുമാനിക്കുന്നു. അതിനാൽ ഏത് കുറ്റവാളിക്കും പണം കൊടുത്താൽ നിരപരാധിയാകാം. പണം കൊടുക്കാത്ത നിരപരാധിയെ കുറ്റവാളിയുമാക്കി ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പണമുള്ളവന് എന്തും ചെയ്യാം, എന്തുമാകാം, ഞെളിഞ്ഞ് നടക്കാം. ഏവർക്കും അറിയാവുന്ന ലാവ്ലിൻ കേസ് 35-45 തവണ മാറ്റിവെച്ചു. സാധാരണക്കാരൻ്റെ ഒരു കേസ് ആയിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും മാറ്റിവെക്കില്ല. ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും 15 കോടിയിൽ പരം രൂപ പിടിച്ചെടുത്തിട്ടെന്തായി? അതിനെ സർക്കാർ നിസ്സാരവൽക്കരിക്കുന്നതായാണ് കാണുന്നത്. ഒരു കേസ് കൊടുത്താൽ വാദിയും പ്രതിയും ചത്താലും ആ കേസ് തീരില്ല, തീർക്കുകയുമില്ല. പണം മുഴുവനും പിടുങ്ങും. ഇതാണ് കോടതിയുടെ അവസ്ഥ. ഇന്ന് കോടതിയിൽ ആർക്കും വിശ്വാസമില്ല, വിശ്വസിക്കുകയുമില്ല. ഇതാണ് കോടതിയുടെ അവസ്ഥ. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടുകൂടി നമ്മുടെ ജനാധിപത്യം പാടെ തകിടം മറിഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്യും, എന്നാൽ ജയം തീരുമാനിക്കുന്നത് EVM ആയിരിക്കും. കാലം പോയ പോക്കെ ഇത്രയും വേഗം ഇന്ത്യ ഇത്രയും വലിയ പുരോഗതിയിൽ കുതിക്കുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടതല്ല. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിപ്പിച്ചെടുത്ത പുതിയ EVM ജനാധിപത്യമാണ്. ലോകത്ത് ഇത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഏത് ചിഹ്നത്തിൽ ആർക്ക് വോട്ട് ചെയ്താലും ആര് ജയിക്കും ആര് തോൽക്കും എന്ന് തീരുമാനിക്കുന്നത് EVM ആണ്.
അങ്ങനെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് EVM സർക്കാരാണ്. ഇതിനു വേണ്ടി കോടികളാണ് ചെലവാക്കി മുടിച്ചത്. എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക, അതിനുവേണ്ടിയുള്ള വൻ അഴിമതിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഒളിച്ചു കളിക്കുന്നു. കോടതിക്കും ഇതിൽ മിണ്ടാട്ടമില്ല. ഇതെല്ലാം പണം കൊണ്ടുള്ള കളിയാണ്. പണം കൊടുത്താൽ എന്ത് അഴിമതിയെയും വാഴ്ത്തി സ്തുതിക്കുന്ന കുറേ മീഡിയകൾ ഇതിന് കുടപിടിക്കുന്നു. ഇന്നത്തെ EVM ഭരണം കൊണ്ട് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം ജനങ്ങളെ ജാതി മത വർഗീയമായി ഭിന്നിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതാണ്. ഇന്നോളം ഇത് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നായിരുന്നു. അതേ തുടർന്ന് വലിയ സംഭവ വികാസങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അതിലൊന്നാണ് മൃഗങ്ങളിലൊന്നായ പശുവിനെ അമ്മയും ദൈവവുമാക്കി പ്രഖ്യാപിച്ചത്. എന്നാൽ ആ പശു ഇന്നും പഴയ പശുവായി തന്നെ പുല്ല് തിന്ന് ജീവിക്കുന്നു. എന്നിരിക്കെ മറ്റൊന്നുകൂടി സംഭവിച്ചു. അതെന്താണെന്നല്ലേ? അത് പശുവിൻ്റെ ചാണകവും മൂത്രവും ദിവ്യ ഔഷധമാക്കി പ്രഖ്യാപിച്ചു. തുടർന്ന് ഒരു വിഭാഗം ജനങ്ങൾ അത് ചാണകം തിന്നാനും കുടിക്കുവാനും തുടങ്ങി. പിന്നെ ഇന്ത്യ കണ്ടത് ഭീകര ഭയാനക സംഭവങ്ങളാണ്. പശുവിൻ്റെ മാംസം കഴിച്ചവരെയും കഴിക്കുന്നവരെയും ക്രൂരമായി അടിച്ചും വെട്ടിയും കൊല്ലാൻ തുടങ്ങി. അങ്ങനെ പശുവിൻ്റെ പേരിൽ അനേകമായിരം മനുഷ്യരെ അടിച്ചും വെട്ടിയും കൊന്നൊടുക്കുന്നത് ഇന്നും തുടരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പശുക്കളെ അമ്മയായും ദൈവമായും ആരാധിക്കുന്നവർ തന്നെ ഈ പശുക്കളെ വെട്ടിക്കൊന്ന് മാംസം കയറ്റിയടിച്ച് കോടികൾ സമ്പാദിക്കുന്നു. ഇത് സർക്കാരിൻ്റെ അറിവോട് കൂടിയാണ് എന്നതാണ് വസ്തുത. അതുപോലെ ജാതി മതത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ നടന്ന ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ, തീ കത്തിച്ച് കൊന്നൊടുക്കിയ പൈശാചികമായ ഗോത്ര കലാപം നമുക്ക് മറക്കാനാകില്ല. ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ അനവധി സംഭവങ്ങൾ ഉണ്ട്. തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എനിക്ക് പറയുവാനുള്ളത് ഏറ്റവും പ്രധാനമായ, ലോകത്തെ തന്നെ ആദ്യമായ ജനക്ഷേമ സംരക്ഷണ ജനകീയ ഭരണ സംവിധാനത്തെ പറ്റിയാണ്. ഒരു മനുഷ്യനും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സ്വപ്നത്തിൽ പോലും കാണാനോ കഴിയാത്ത കാര്യമാണ്, സംവിധാനമാണ്. നാം കണ്ടും കേട്ടും അനുഭവിച്ചും വരുന്ന ജീവിതവും സാഹചര്യവും എല്ലാം പണത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതാണ്. അതിനാൽ തന്നെ ഏവരും പണത്തിന് അടിമയുമാണ്. അതില്ലാതെ ജീവിതം സാധ്യമല്ല, ചിന്തിക്കാനുമാകില്ല. എന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പണം ഇല്ലാതെ ആർക്കും ആഡംബര ജീവിതം ആസ്വദിക്കാൻ കഴിയും എന്ന്. ഈ പണം എന്നത് പ്രകൃതി സൃഷ്ടിയോ പ്രകൃതിയിലുള്ളതോ ആയ ഒന്നല്ല, അത് മനുഷ്യ സൃഷ്ടിയാണ്. എന്ന് മാത്രമല്ല, പ്രകൃതിക്ക് ഇത് വിരുദ്ധവുമാണ്. പ്രകൃതിയിലുള്ള യാതൊന്നും തന്നെ വിൽക്കാനോ വാങ്ങാനുള്ളതോ അല്ല. പ്രകൃതിയിലുള്ള എന്തും ഏതും ഒന്ന് മറ്റൊന്നിന് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ തെളിവാണ് നാം അറിയാതെ നാം ശ്വസിക്കുന്ന പ്രാണവായു, അതുപോലെ നാം കുടിക്കുന്ന ജലവും. എന്നതുപോലെ തന്നെ നമുക്കാവശ്യമായതെന്തും ഏതും ഈ ഭൂമിയിൽ സുലഭവുമാണ്. എന്നാൽ അവയെ മനുഷ്യർ ചൂഷണം ചെയ്ത് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി ആവശ്യമുള്ളവർക്കത് വിൽക്കുന്നു, പണം സമ്പാദിക്കുന്നു. ഇതാണ് ഇന്ന് നടന്നു വരുന്നത്. അതിനാൽ ഇന്ന് പണമില്ലാതെ ജീവിക്കാനാകാത്ത അവസ്ഥയാണ്. പട്ടിയുടെ പോലും വിലയില്ലാത്ത അവസ്ഥയിലാണിന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അങ്ങനെ ഇവിടെ തെരുവ് തെണ്ടിയും ദരിദ്രരും ധനികരും ലക്ഷപ്രഭുക്കളും കോടിപതികളുമൊക്കെ ഉണ്ടായി.
ഇതൊന്നും പ്രകൃതി സൃഷ്ടിയല്ല, പ്രകൃതി ഉണ്ടാക്കിയതല്ല, മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ മനുഷ്യ സൃഷ്ടിയായ പ്രകൃതി വിരുദ്ധമായ പ്രക്രിയകൾ എല്ലാം അവസാനിപ്പിച്ച് ജീവിക്കാൻ ആവശ്യമായ വീടുൾപ്പെടെ ഏവർക്കും പ്രാണവായു പോലെ ലഭ്യമാക്കുന്ന ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് ന്യൂ ജനറേഷൻ പാർട്ടി, NGP. ഏവരും ഇതിൽ അണിചേരൂ, അംഗമാകൂ, ജീവിതം സ്വർഗീയമായി ആസ്വദിച്ച് ആനന്ദിക്കൂ. താങ്ക് യു വെരി മച്ച്.